ഹലോ ഹായ് നമസ്കാരം. ഇന്ന് നമുക്കൊരു പഴമാങ്ങ കറി ഉണ്ടാക്കിയാലോ. ഇത് മൂവാണ്ടൻ മാങ്ങ കൊണ്ടുണ്ടാക്കുന്നതാണ് കേട്ടോ. മാങ്ങ തൊലി ചെത്തി പൂളി കഷ്ണങ്ങളാക്കിയതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും അല്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായി തിളപ്പിക്കുക. മാങ്ങ നന്നായി തിളച്ച് കഴിയുമ്പോൾ അതൊരുമാതിരി ഒന്ന് വെന്തിരിക്കും. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി വയ്ക്കുക. അധികം മാങ്ങ വെന്തു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മാങ്ങയുടെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകരുത്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരു മുറി തേങ്ങ, 2 കഷ്ണം വെളുത്തുള്ളി, 2 ചുവന്നുള്ളി, അല്പം ജീരകം, ഉണങ്ങി വെച്ച കാന്താരിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നന്നായി അരച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുത്ത തൈര് ചേർത്ത് നന്നായി അരച്ചെടുക്കുക. നന്നായി അരച്ചെടുത്തതിന് ശേഷം വേണം അരപ്പ് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുവാൻ. ആവശ്യമുണ്ടെങ്കിൽ പുളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് തൈരും കൂടെ ചേർക്കാം. അത് അവരവരുടെ രുചിക്കനുസരിച്ച് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. വീണ്ടും അരപ്പ് ചേർത്തതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ശ്രദ്ധിക്കുക, തീ ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം. അതുപോലെ തേങ്ങ അരച്ച് വയ്ക്കുന്ന കറികളൊക്കെ തിളച്ച് പോയാൽ അതിനൊരു രുചി ഉണ്ടാവില്ല. അതുകൊണ്ട് അത് തിളയ്ക്കാതെ ശ്രദ്ധിക്കുക. നമ്മൾ മോരൊക്കെ കാച്ചിയെടുക്കുമ്പോൾ ആ ഒരു തവിയിൽ അല്ലെങ്കിൽ സ്പൂണിൽ നമ്മൾ നോക്കില്ലേ, അതുപോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആവശ്യത്തിന് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടെ ചേർക്കുക. എനിക്ക് ഈ കറിയുടെ മണം വന്നപ്പോൾ ഉപ്പ് അല്പം പോരാഴിക പോലെ തോന്നി. ഞാൻ സാധാരണ ഉപ്പ് നോക്കാറില്ല. എനിക്ക് ആ കറിയുടെ മണം വരുമ്പോൾ ആ ഉപ്പിൻ്റെ രുചിയെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുക. വലുതായിട്ടൊന്നും പിഴയ്ക്കാറില്ല കേട്ടോ. വീണ്ടും ഈ കറിയുടെ രുചി ഒന്നും കൂടെ ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ സാധാരണ മധുരമാങ്ങ കറി വയ്ക്കുമ്പോഴും അല്ലെങ്കിൽ പച്ചമാങ്ങ ഉപയോഗിച്ച് നമ്മൾ മധുരക്കറി വയ്ക്കുമ്പോഴും ഒക്കെയും ആ രുചി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ ചേർക്കുന്ന ഒരു ചെറിയ പൊടിക്കയുണ്ട് കേട്ടോ. അത് ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. വേറൊന്നുമല്ല, ശർക്കരയാണ് ചേർക്കുന്നത്. ഇന്ന് ശർക്കര ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ബ്രൗൺ ഷുഗറാണ് ചേർത്തത്. മധുരം ആവശ്യത്തിന് ഉണ്ടാവും, എന്നാൽ വേണമെങ്കിൽ അല്പം കൂടെ ചേർക്കാം. ഇതൊരു 3 മാങ്ങയുണ്ട്, അതുകൊണ്ട് വേണമെങ്കിൽ അല്പം മധുരം കൂടെ ചേർക്കാം. അത് ഓരോരുത്തരുടെയും രുചിക്കനുസരിച്ച് മാത്രം. കഴിഞ്ഞു. ഇനി നമുക്ക് കടുക് തളിച്ചാൽ മതി. കടുകും ഉലുവയും ചേർത്ത് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഉള്ളി വട്ടത്തിൽ മുറിച്ചിട്ട് ചേർക്കാം. ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ, നേർത്ത ബ്രൗൺ കളറായി കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കടുക് താളിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. അതിനുശേഷം പാത്രം അടച്ചു വെച്ച് അല്പസമയം റെസ്റ്റ് എടുക്കുക. കടുക് വറുത്തത് ചേർത്തതിന് ശേഷം കറി അടച്ച് വയ്ക്കുക. നമുക്ക് കറി റെഡിയായി കഴിഞ്ഞു. ഇനി പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. കണ്ടില്ലേ, നല്ല സൂപ്പർ കറിയാണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.